നമസ്കാരം. തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. പക്ഷേ രാഷ്ട്രീയ ഭൂപടത്തിൽ ആർക്കും അത്ര എളുപ്പത്തിൽ പിടികൊടുക്കാത്ത ഒരു മണ്ഡലം. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രാഷ്ട്രീയ സമസ്യയുടെ ചുരുളഴിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഊഹാപോഹങ്ങൾക്കല്ല, മറിച്ച് കൃത്യമായ വിവരങ്ങൾക്ക്, ഡാറ്റയ്ക്കാണ് സ്ഥാനം. ആ വിവരങ്ങൾ വെച്ച് തൃശൂരിലെ ജനങ്ങളുടെ യഥാർത്ഥ വിധി എന്താണെന്നും അതെങ്ങനെ നേടാമെന്നും നമുക്കൊരുമിച്ച് പരിശോധിക്കാം. നമ്മുടെ ഈ വിശകലനത്തിന് പ്രധാനമായും 6 ഭാഗങ്ങളുണ്ട്. ആദ്യം നമ്മൾ തൃശൂരിലെ യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ ജനവിധിയിലെ സൂചനകൾ, അതിന്റെ കാരണങ്ങൾ, കഴിഞ്ഞ ദശകത്തിലെ മാറ്റങ്ങൾ, എന്നിട്ട് വിജയത്തിലേക്കുള്ളൊരു രൂപരേഖ, അവസാനം മുന്നോട്ടുള്ള വഴി. ഇതൊരു കൃത്യമായ റോഡ് മാപ്പാണ്. ഏത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും തുടക്കം മണ്ണിൽ നിന്നായിരിക്കണം, അവിടുത്തെ മനുഷ്യരിൽ നിന്നും, അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ നിന്നും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര തൃശൂരിന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നേരിട്ടറിയാം. കേരളത്തിന്റെ ഭൂപടം നോക്കൂ. ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് തൃശൂർ. സാംസ്കാരിക തലസ്ഥാനം എന്ന പേര് മാത്രമല്ല, രാഷ്ട്രീയപരമായും കേരളത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായി തൃശൂർ മാറിക്കഴിഞ്ഞു. ഇവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്. ഇനി തൃശൂരിലെ ജനവിധി നിർണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലേക്ക് വരാം. ഇവിടുത്തെ ജനസംഖ്യയുടെ ഘടന വളരെ സവിശേഷമാണ്. ഏകദേശം 54% ഹിന്ദുക്കൾ, 40% ക്രിസ്ത്യാനികൾ, പിന്നൊരു 5.5% മുസ്ലിങ്ങൾ. പക്ഷേ ഈ കണക്കുകൾക്കപ്പുറം നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഓരോ വിഭാഗത്തിനുള്ളിലും ഈഴവ, നായർ പോലുള്ള സമുദായങ്ങളും വിവിധ ക്രിസ്ത്യൻ സഭകളും രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ശക്തികളാണ്. ഒരു നിമിഷം ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ഇത് ഏതെങ്കിലും ഒരാളുടെ ഒറ്റപ്പെട്ട പരാതിയല്ല. ഇത് ഭരണവും സാധാരണക്കാരനും തമ്മിലുള്ള അകലം എത്ര വലുതാണെന്ന് കാണിച്ചു തരുന്ന ഒന്നാണ്. നമ്മളിതിനെ ഡെവലപ്മെന്റ് ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയും. അതായത് വികസനത്തിലെ പോരായ്മകൾ. നല്ല റോഡ്, ശുദ്ധമായ വെള്ളം, ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കിട്ടാതെ വരുമ്പോൾ അത് ജനങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. ശരി, ജനങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്കിനി നേരെ കണക്കുകളിലേക്ക് വരാം. കാരണം ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ ആത്യന്തികമായി സംസാരിക്കുന്നത് അക്കങ്ങളാണ്. ആ അക്കങ്ങൾ നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കൂ. ഒരൊറ്റ നോട്ടത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. തൃശൂരിലെ പോരാട്ടം ഒരു നേർക്കുനേർ പോരാട്ടമല്ല. അതൊരു ശക്തമായ ത്രികോണ മത്സരമാണ്. CPI, കോൺഗ്രസ്, BJP 3 മുന്നണികളും ഏതാണ്ടൊപ്പത്തിനൊപ്പമാണ്. കണ്ടില്ലേ വോട്ട് ശതമാനത്തിലെ വ്യത്യാസം എത്ര ചെറുതാണെന്ന്. ഇവിടെ കുറഞ്ഞ വോട്ടുകൾക്ക് പോലും കളിയുടെ ഗതി പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. ഈ ഒരൊറ്റ സംഖ്യ മതി തൃശൂരിലെ രാഷ്ട്രീയ സാഹചര്യം എത്രമാത്രം സങ്കീർണമാണെന്ന് മനസ്സിലാക്കാൻ. 0.73%. 2021 1ഉം 2ഉം സ്ഥാനക്കാർ തമ്മിലുള്ള വ്യത്യാസം വെറും ഇത്രമാത്രമായിരുന്നു. ഇതിനർത്ഥം ഓരോ വോട്ടിനും ഇവിടെ പൊന്നിന്റെ വിലയുണ്ട്. ഓരോ വോട്ടറും ഇവിടെ കിങ് മേക്കറാണ്. അപ്പോ കണക്കുകൾ നമ്മളോട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു നല്ല രാഷ്ട്രീയ തന്ത്രം രൂപപ്പെടുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിൽ നിന്നാണ്. വോട്ടർമാരുടെ ഉള്ളിലെ അസംതൃപ്തിയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഒരു ഗ്രീവൻസ് ഹീറ്റ് മാപ്പ്, അതായത് ജനങ്ങളുടെ പരാതികളുടെ ഒരു ഭൂപടം തന്നെ നമുക്ക് തയ്യാറാക്കാം. ജനങ്ങളുടെ അസംതൃപ്തിക്ക് പിന്നിൽ പ്രധാനമായും 5 കാര്യങ്ങളാണുള്ളത്. 1. വിലക്കയറ്റം. ഇത് സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും ജീവിതം ദുസ്സഹമാക്കുന്നു. 2. ഗൾഫിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചുവന്നവരുടെ പ്രശ്നങ്ങൾ. അവർ നേരിടുന്ന തൊഴിലില്ലായ്മയും കടബാധ്യതകളും. 3. മാറുന്ന ജാതി സമവാക്യങ്ങളാണ്. പരമ്പരാഗതമായി ചില പാർട്ടികൾക്ക് കിട്ടിയിരുന്ന വോട്ടുകളിൽ വിള്ളലുകൾ വീഴുന്നു. 4. വന്യമൃഗങ്ങളുടെ ശല്യം. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അവസാനമായി ക്ഷേമപദ്ധതികൾ വൈകുന്നതിലും നടപ്പാക്കാത്തതിലുമുള്ള ജനങ്ങളുടെ കടുത്ത അമർഷം. ഈ വലിയ പ്രശ്നങ്ങളൊക്കെ ഓരോ സാധാരണക്കാരന്റെയും ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് നോക്കൂ. പൂങ്കുന്നത്തെ അടഞ്ഞുകിടക്കുന്ന ഒരു ഓടയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ കുട്ടൻകുളങ്ങരയിലെ ആശുപത്രിയിൽ ആവശ്യത്തിന് സൗകര്യമില്ലാത്തതിലൂടെ ആവാം. രാജ്യത്തെ വലിയ വിഷയങ്ങൾ പോലും സാധാരണക്കാരന്റെ മുന്നിലെത്തുന്നത് അവന്റെ വീടിനു മുന്നിലെ ഇത്തരം ചെറിയ പക്ഷേ നിർണായകമായ പ്രശ്നങ്ങളായിട്ടാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രീവൻസ് ഹീറ്റ് മാപ്പ്. ഇവിടെയാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ടാകുന്നത്. അടഞ്ഞ ഓടുകളെക്കുറിച്ചും മുടങ്ങിയ ചികിത്സയെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഓരോ പൗരന്റെയും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്.
ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് ഏതൊരു ഭരണകൂടത്തിന്റെയും ഔദാര്യമല്ല, മറിച്ച് അവരുടെ അടിസ്ഥാനപരമായ കടമയാണ്. ഇന്നത്തെ ഈ ത്രികോണ മത്സരം ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. തൃശൂരിന്റെ രാഷ്ട്രീയ മണ്ണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എങ്ങനെയാണ് പതിയെ പതിയെ മാറിമറിഞ്ഞതെന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ആ മാറ്റം മനസ്സിലാക്കിയാലേ ഇന്നത്തെ അവസ്ഥ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കൂ. ഈ ടൈം ലൈൻ ഒരു കഥ പോലെ തൃശൂരിന്റെ രാഷ്ട്രീയ ചരിത്രം നമുക്ക് പറഞ്ഞുതരും. 2011 കോൺഗ്രസിന് വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്നു. 2016 ആയപ്പോഴേക്കും കളി മാറി. CPI ശക്തമായ മുന്നേറ്റം നടത്തി. പക്ഷേ യഥാർത്ഥ മാറ്റം വരുന്നത് 2021 BJP ഒരു നിർണായക ശക്തിയായി ഉയർന്നു വന്നതോടെ തൃശൂർ പ്രവചിക്കാൻ പറ്റാത്ത ഒരു ത്രികോണ മത്സരക്കളമായി മാറി. ഇത് വെറും വോട്ട് ശതമാനത്തിലെ കണക്കല്ല, മണ്ഡലത്തിന്റെ മനസ്സ് മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി വേണ്ടത് പരിഹാരമാണ്, വിജയത്തിലേക്കുള്ള ഒരു വഴിയാണ്. ഇത്രയും സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിക്കാൻ ആവശ്യമായ ഒരു സമഗ്രമായ തന്ത്രത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഈ തന്ത്രത്തെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. 4 മുഖങ്ങളുള്ള ഒരു തന്ത്രം, അതായത് ഒരേ സമയം 4 ദിശകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രീതി. ഒരു വശത്ത് എതിരാളികളെ ശക്തമായി നേരിടുമ്പോൾ തന്നെ മറുവശത്ത് മിതവാദികളായ വോട്ടർമാർക്ക് ഉറപ്പ് നൽകണം. യുവാക്കൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുമ്പോൾ തന്നെ സമൂഹത്തിലെ ദുർബലരായവർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യണം. ഈ തന്ത്രത്തിന്റെ 4 മുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ശിവരൂപം, അതായത് ആക്രമണം. എതിരാളികളുടെ ഭരണത്തിലെ വീഴ്ചകളും പാലിക്കാത്ത വാഗ്ദാനങ്ങളും ജനങ്ങൾക്കു മുന്നിൽ തുറന്നുകാട്ടുക. 2. വിഷ്ണുരൂപം, അതായത് സ്ഥിരത. മതേതരത്വത്തിലും സുസ്ഥിരമായ ഭരണത്തിലും ഊന്നിയൊരു കാഴ്ചപ്പാടും മുന്നോട്ട് വയ്ക്കുക. 3. ബ്രഹ്മാവിന്റെ മുഖം, അതായത് നവീനത്വം. പുതിയ തൊഴിലവസരങ്ങൾക്കും നഗരവികസനത്തിനും ആധുനികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. 4. ദുർഗയുടെ സംരക്ഷണം. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും അവരുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരോടും ഒരേ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പട്ടിക നോക്കൂ. ഓരോ വിഭാഗം ജനങ്ങൾക്കും അവരുടേതായ പ്രശ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. യുവാക്കൾക്കും പ്രവാസികൾക്കും വേണ്ടത് നല്ല തൊഴിലവസരങ്ങളാണ്. സ്ത്രീകൾക്കു പ്രധാനം സുരക്ഷയും ആരോഗ്യവുമാണ്. കർഷകനാണെങ്കിൽ വിള ഇൻഷുറൻസും വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണവുമാണ് വേണ്ടത്. അപ്പോൾ ഓരോ വിഭാഗത്തിന്റെയും ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ അവർക്ക് വേണ്ട സന്ദേശങ്ങൾ നൽകുന്നിടത്താണ് ഒരു തന്ത്രത്തിന്റെ യഥാർത്ഥ വിജയം. വെറും വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രം ജനങ്ങളുടെ വിശ്വാസം നേടാനാവില്ല. ആ വിശ്വാസം നേടിയെടുക്കാൻ പെട്ടെന്ന് ഫലം കാണുന്ന, ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 1. 24 മണിക്കൂറും കുടിവെള്ളം ഉറപ്പാക്കുന്ന ഒരു പദ്ധതി. 2. തൃശൂർ സ്മാർട്ട് സ്ട്രീറ്റ്സ് എന്ന പേരിൽ റോഡുകളുടെ നവീകരണം. 3. സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതും മികച്ചതുമായ ആരോഗ്യ സേവനങ്ങൾ. ഇവ വെറും പദ്ധതികളല്ല, മറിച്ച് നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള ആദ്യ ചവിട്ടുപിടികളാണ്. ഇന്നത്തെ കാലത്ത് പ്രചാരണത്തിനായി നമ്മൾ ഒരുപാട് ഡേറ്റ ഉപയോഗിക്കും. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഓരോ വ്യക്തിയുടെയും സ്വകാര്യത വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ വ്യക്തിവിവര സംരക്ഷണ നിയമങ്ങളനുസരിച്ച് ഓരോ വ്യക്തിയുടെയും അനുവാദത്തോടെ മാത്രമേ അവരുടെ വിവരങ്ങൾ ഉപയോഗിക്കാവൂ. ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്കും സ്ഥാനമില്ല. കാരണം വിശ്വാസം കെട്ടിപ്പടുക്കുന്നത് സത്യസന്ധതയിൽ നിന്നും സുതാര്യതയിൽ നിന്നുമാണ്. അപ്പോ നമ്മുടെ ഈ വിശകലനം അവസാന ഘട്ടത്തിലേക്ക് കടക്കാണ്. തൃശൂരിൽ വിജയം ലക്ഷ്യമിടുന്ന ഏതൊരു സ്ഥാനാർത്ഥിക്കും, ഏതൊരു മുന്നണിക്കും മുന്നിലുള്ള പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവസാനമായി ഒന്ന് നോക്കാം. മുന്നോട്ടുള്ള വഴിയിൽ പ്രധാനമായും 2 തരം തീരുമാനങ്ങളാണുള്ളത്. 1. തന്ത്രപരം, 2. പ്രവർത്തനപരം. തന്ത്രപരമായ തീരുമാനങ്ങൾ ദീർഘകാലത്തേക്കുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനുള്ളവയാണ്. ഉദാഹരണത്തിന്, ജനങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത്. പ്രവർത്തനപരമായ തീരുമാനങ്ങൾ ദിവസേനയുള്ള വോട്ടുകൾ ഉറപ്പിക്കാനുള്ളതാണ്. സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു റാലി, രണ്ടും ഒരുപോലെ പ്രധാനമാണ്. പക്ഷെ ഓർക്കുക, ശക്തമായ അടിത്തറയില്ലാതെ കെട്ടിടം പണിയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എത്തിനിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിനു മുന്നിലാണ്. ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഭരണത്തിലുള്ള നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ നൽകുന്ന ഒരു പുതിയ ഭരണ സംവിധാനം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് തൃശൂരിന്റെ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ ഭാവി നിലനിൽക്കുന്നത്.
നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ നിയോജകമണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mtgr@blueprintstrategies.ai അല്ലെങ്കിൽ 08042 041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.